നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അഹമ്മദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിലവിൽ എത്ര ഫ്ലൈറ്റുകളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ളത് റദ്ദാക്കിയിരിക്കുന്നത്? യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു? ജിൽസി, നെടുമ്പാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം 2 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 2 വിമാന സർവീസുകൾ 8:30 പോകേണ്ട ഒരു സർവീസ്, 8:35 പുറപ്പെടേണ്ട ദമ്മം സർവീസ്, 8:50 പുറപ്പെടേണ്ട മസ്കത്ത് സർവീസ്, ഈ 2 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ യാത്രക്കാരുടെ കടുത്ത പ്രതിഷേധമോ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉണ്ടായ പോലെയുള്ള പെട്ടെന്നുണ്ടായ റദ്ദാക്കൽ കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങളോ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് മുൻകൂട്ടി യാത്രക്കാരെ അറിയിച്ചതാണ്. ഇങ്ങനെ ഈ 2 സർവീസുകളും ഉണ്ടാകില്ല എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാർ ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, യാത്ര പുറപ്പെടാനായി എയർപോർട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. മാത്രമല്ല, നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരം ഒത്തുതീർപ്പായെങ്കിലും സർവീസുകൾ യഥാക്രമം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ 2 വിമാന സർവീസുകൾ റദ്ദു ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്യാബിൻ ക്രൂ അംഗങ്ങൾ സിക്ക് ലീവ്, കൂട്ട അവധിയെടുത്ത് പോയതാണ്. സ്വാഭാവികമായും ക്യാബിൻ ക്രൂകൾക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കണമെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് ഉൾപ്പെടെ ഹാജരാക്കിയതിനു ശേഷമാണ് അവർ ജോലിയിൽ തിരികെ പ്രവേശിക്കുക. അങ്ങനെയുള്ള ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനുള്ള ചില സാങ്കേതികമായ ചില തടസ്സങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ രാവിലെ 2 വിമാന സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മുടങ്ങിയ സർവീസുകൾ ഇന്നേക്കാണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 10-ാം തീയതിയിലേക്കാണ് പല യാത്രക്കാർക്കും ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിരിക്കുന്നത്. അതിന്റെ ഒരു തിരക്കും ഇന്ന് സിയാലിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജിൽസി, ശരി. അപ്പോൾ ഇതൊക്കെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങൾ. വലിയ പ്രതിഷേധങ്ങളൊന്നും നടക്കുന്നില്ല, പക്ഷേ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ജീവനക്കാരുടെ സമരം മാറ്റിയെങ്കിൽ പോലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവർക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വേണം ജോലിക്ക് കയറാനുള്ള സമയം കൊടുക്കേണ്ടത്. അതിനായുള്ള സമയം എടുക്കുന്നതിലൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വീണ്ടും ഇന്നുകൂടെ വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള കാരണങ്ങളിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം ഫ്ലൈറ്റുകൾ പൂർവ്വസ്ഥിതിയിലാവുകയും സർവീസുകൾ പതിവ് പോലെ തന്നെ നടത്താൻ കഴിയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇത്തരം ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നത് വഴി വിമാനത്താവളത്തിനും യാത്രക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതൊന്നും പോലെ തന്നെ ഈ വിമാനത്താവളങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് യാത്രക്കാർക്ക് ഒരുപക്ഷെ മുൻകൂട്ടി അറിയിപ്പ് നൽകി കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരം വിമാനം റദ്ദാക്കിയതടക്കമുള്ള വിവരങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ